ഹലോ, നമസ്കാരം. നമ്മളൊക്കെ പണ്ട് മുതലേ കേൾക്കുന്ന ഒരു വാക്കാണ്, അപ്പുറം കടന്നു വരുന്ന ഒരു അതിഥിയാണ് മരണമെന്ന്. നമ്മൾ പലപ്പോഴും ഈ വാക്ക് പല സ്ഥലങ്ങളിലും പറഞ്ഞു കേട്ട ഒരു വാക്ക് തന്നെയാണ്. പക്ഷെ ഇന്ന് മരണമെന്ന വാക്ക് കേൾക്കുമ്പോൾ ഒരു സാധാരണ വാക്ക് പോലെ, ഒരു നാട്ടിൽ നല്ല മഴ പെയ്യുന്നു എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ നല്ല ചൂടാണെന്ന് പറയുന്ന പോലെ, ഇന്നൊരാൾ മരിച്ചു എന്ന് പറയുന്നത് ഒരു സാധാരണ നമ്മൾ കേട്ടു പോകുന്നൊരു വാക്കായി മാറുന്നു. കാരണം നമ്മൾ വാട്സപ്പും സോഷ്യൽ മീഡിയകളും വാർത്താ മാധ്യമങ്ങളും വന്നപ്പോൾ നിരന്തരം അത് കേട്ട് അങ്ങനെ ആയി മാറി. ഒരു മരണം കൊണ്ട് ചിലപ്പോൾ അവരുടെ പ്രിയപ്പെട്ടവർക്ക് മാത്രം, ആ മരണപ്പെട്ടവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് മാത്രം ഒരു വിഷമമായി മാറുന്നതും മറ്റുള്ളവർക്ക് എന്നും കേട്ടു പോകുന്ന ഒരു വാർത്തയായി മാറുന്നൊരു കാലഘട്ടത്താണ് നമ്മളെല്ലാവരും ഉള്ളത്. എന്നിരുന്നാലും ഇതിനിടയിലും ചില മരണങ്ങൾ നമ്മളെങ്ങനെ ഒന്നാലിട്ടും നമ്മളെ മനസ്സിനെ ഒന്ന് വേദനിപ്പിച്ചായിരിക്കും കടന്നു പോകുന്നത്. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ വെഞ്ഞാറമൂടിൽ ആ 4 പേരെ വന്നെങ്കിലും ഇപ്പോഴും ആ ജ്യേഷ്ഠൻ്റെ കൈയാൽ മരണപ്പെട്ട അനിയൻ്റെ മുഖം എൻ്റെ മനസ്സിന് പോയിട്ടില്ല. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ആ 4 മരണത്തിലും സ്വന്തം ജ്യേഷ്ഠൻ കുഴിമന്തി വാങ്ങിക്കൊടുത്ത് അത് കഴിക്കുന്നതിന് മുന്നേ അനീജനെ കൊല്ലുന്ന ആ രംഗം, ആ അനിയൻ്റെ മുഖം എൻ്റെ മനസ്സിന് പോകാറില്ല. അതൊരു നോവായപ്പോഴും മനസ്സിലുണ്ട്. എൻ്റെ നാട്ടിലൊരാൾ കുറേ 20 വർഷത്തിന് മുകളിലുള്ള പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിൽ വരുമ്പോൾ വരാൻ വേണ്ടി ക്യാൻസലാക്കി നിൽക്കുന്നു. ഇവിടെ നാട്ടിൽ ത്തോടെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ നിന്നതും അതിനുവേണ്ടിയുള്ള ഫുഡ് റെഡിയാക്കുന്നതൊക്കെ കണ്ട ആളുകൾ പറഞ്ഞ ഒരു കഥയുണ്ട്. പക്ഷേ അവസാനവട്ട സാധനം വാങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരു മാർക്കറ്റിൽ വെച്ച് അദ്ദേഹം കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ, ആ കഥയും ആ ഭാര്യയുടെ കാത്തിരിപ്പൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു സങ്കടം തോന്നി. കാരണം ഞാനും പ്രവാസിയായതുകൊണ്ടാവാം എനിക്കൊരു സങ്കടം തോന്നി. ഈ അടുത്ത 2 ദിവസം മുന്നേ ഇവിടെ വന്നിട്ടുള്ളത് അവർ നാട്ടിൽ അവിടെ ഒമാനിലാണോ താമസം, അവിടെ എന്തെങ്കിലും ബിസിനസ്സാണോ, സ്ഥിര താമസമാണോ എന്നുള്ള എനിക്കറിയില്ല. എന്നാൽ 2 കുടുംബം ഇവിടെ സൗദിയിലെ മക്കത്ത് ഉംറ ചെയ്യാൻ വേണ്ടി വരുന്ന വഴിക്ക് 2 കുടുംബമാണ് ഒരു കാറിൽ യാത്ര ചെയ്യുന്ന കാർ ആക്സിഡൻറ്റിൽ അതിലുണ്ടായിരുന്ന 2 കുടുംബത്തിലുണ്ടായിരുന്ന ഒരാളിൻ്റെ ഭാര്യയും മകനും മരിക്കുന്നു ആ അപകടത്തിൽ. മറ്റൊരു കുടുംബത്തിൻ്റെ ആ പിതാവിൻ്റെ മകൻ മരിക്കുന്നു. അപ്പോൾ ഒരു പിതാവിന് ഒരു കുടുംബത്തിൽ 2 നഷ്ടങ്ങൾ. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയും മകളും മരിക്കുന്നു. ഒരാൾക്ക് 2 കുടുംബം യാത്ര ചെയ്ത കാറാണ്. ഒരാൾക്ക് ആ യാത്രയിൽ അദ്ദേഹത്തിൻ്റെ മകനെ നഷ്ടപ്പെടുന്നു. ഒമാനിൽ നിന്ന് യാത്ര ചെയ്ത് ഒമാനിലേക്കും സൗദിയിലേക്കും കിടക്കുന്ന ബോർഡറിൽ വെച്ചിട്ടാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അവിടെ വെച്ചാണ് ഈ 3 ആളും മരിക്കുന്നത്. എന്നിട്ട് ഞാനിപ്പോൾ നിൽക്കുന്ന അൽ ഹസൻ എന്ന് പറയുന്ന ദമാമിലെ അൽ ഹസൻ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഖബറിലാണ് അവരുടെ മരണാനന്തര ചടങ്ങുകൾ നടന്നത്. ആ ആക്സിഡൻറ്റിൽ നിന്ന് അവർ രക്ഷപ്പെടുത്തിയ ഒരാളിൻ്റെ വോയിസ് ഉണ്ട്. രക്ഷപ്പെടുത്തിയ ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്ത് ഓടിച്ചെന്ന തുടക്കം മുതലേ അവരെ കൂടെ നിന്ന ഒരാളുണ്ട്. അതായത് ഏതൊരു സ്ഥലത്ത്, കേരളത്തിൽ ജനിച്ചു ഒമാനിൽ ജീവിത യാത്ര തേടി ഒമാനിലെത്തി, അവിടെ നിന്ന് തൻ്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളെ ആ ഒമാനിൽ കൊണ്ടുവന്നു. ആ ഒമാനിൽ നിന്ന് മക്കയിലേക്ക്, പുണ്യഭൂമിയായ മക്കയിലേക്ക് അവർ വരുന്ന വഴിക്ക് അവർ ആക്സിഡൻറ്റിൽ മരിക്കുന്നു. എവിടെ വെച്ച് മരിക്കുന്നു? ഒമാനിലും അല്ല, അവർ ജനിച്ച നാട്ടിലും അല്ല, അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തുമല്ല, മറ്റൊരു സ്ഥലത്തിൽ ആക്സിഡൻറ്റ് മരിക്കുന്നു. അപരിചിതരായ ആളുകൾ അവിടെ ഓടിക്കൂടുന്നു. എന്നിട്ട് ഈ ബോർഡറായിട്ട് തിരിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാതെ ഈ അസയിൽ തന്നെ, ഈ ദമാമിലുള്ള അൽ അസയിൽ, അദ്ദേഹം അവരെവിടെ വെച്ചാണ് ബോർഡറിലാണ് മരിക്കുന്നത്, അതിൻ്റെ അടുത്തുള്ളൊരു സ്ഥലം അൽ അസ, അതാണ് ഞാൻ നിൽക്കുന്ന സ്ഥലം. ആ സ്ഥലത്ത് അപരിചിതരായ ആൾക്കാരുടെ സാന്നിധ്യത്തിൽ മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞ് അവരെ 3 ആളെയും ഇവിടെ കബറടക്കി. ആ കബറടക്കത്തിലുണ്ടായിരുന്ന പലരും ആ വീഡിയോസിൽ അവർ കബറടക്കുമ്പോൾ കൂടി കുറ്റങ്ങളുടെ വീഡിയോസൊക്കെ കണ്ടു. അതിൽ എനിക്കറിയുന്ന ഒത്തിരി ആളുകളുണ്ടായിരുന്നു. ഇവർക്കാർക്കും ഈ മരണപ്പെട്ടവരാരാണെന്ന് അറിയില്ല. പക്ഷേ ഇങ്ങനൊരു മലയാളി കുടുംബം ഒമാനിൽ നിന്ന് വന്നു ആക്സിഡൻറ്റ് മരിച്ചു എന്ന് അറിഞ്ഞിട്ട് അവരുടെ കബറടക്കുന്ന വൈകിട്ടാണെന്ന് അറിഞ്ഞിട്ട് പലരും അവിടെ പോയി കൂടിയതാണ്. അതാണല്ലോ മലയാളികൾ, ആവശ്യം വരുമ്പോൾ ചേർന്ന് നിൽക്കും. അപ്പോൾ ഈ മരണ ചടങ്ങിൽ പങ്കെടുത്ത ഒരാൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഈ മറ്റൊരു ഹോസ്പിറ്റലാണല്ലോ, ഒരാളിൻ്റെ ഭാര്യയും മകളും ഹോസ്പിറ്റലാണ് ഇപ്പോൾ നിലവിലുള്ളത്. പക്ഷേ ഈ 2 പിതാവിൻ്റെയും വേദന കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു മറ്റൊരുന്ന്, അത് എല്ലാ രാജ്യങ്ങളിൽ നിന്നും, ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് സൗദിയിലേക്ക് ഉംറയ്ക്ക് വരാറുണ്ട് ഈ റോഡ് മാർഗ്ഗം. ദുബൈയിൽ നിന്നും ഖത്തറിൽ നിന്നും കുവൈറ്റിൽ നിന്നും. അതുപോലെ തന്നെയാണ് പിന്നെ ഇതുപോലെ ഇപ്പോൾ ഒമാനിൽ നിന്നൊക്കെ വരുന്നത്. അപ്പോൾ ഇതിന് ഒമാനിൽ നിന്ന് വരുമ്പോഴുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ഒരുപാട് മരുഭൂമിയിലൂടെ മണിക്കൂറുകൾ നീണ്ട യാത്രയും അപകട സാധ്യതയൊക്കെ കൂടുതലാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളുണ്ടെങ്കിൽ, ചുറ്റുപാടൊക്കെ ഓക്കെ ആണെങ്കിൽ കഴിവതും റോഡ് മാർഗ്ഗം ഒഴിവാക്കിക്കൊണ്ട് ഫ്ലൈറ്റിലേക്ക് വരാൻ വേണ്ടി ഫ്ലൈറ്റ് യാത്ര തിരഞ്ഞെടുക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത്തരം അപകട സാധ്യതയിൽ കൂടി വരുന്നതാണ്. എന്തിനാലും ഞാൻ പറഞ്ഞ ആ മരണം, ആ പിതാവിൻ്റെ, ഓരോ മനുഷ്യൻ്റെ അവസ്ഥയെ, മറ്റൊരു കേരളത്തിൽ ജനിച്ചു ഒമാനിൽ ജോലി തേടി ആരോരുമില്ലാത്ത സൗദിയുടെ ബോർഡിൽ വന്ന് മരിക്കുന്നു. അവർക്ക് ആർക്കും അറിയാത്ത ഈ 3 മക്കൾക്കും ഒരു പരിചിതമില്ലാത്ത, അല്ലെങ്കിൽ ആ മരണപ്പെട്ട സഹോദരിക്ക് ഒരു പരിചയമില്ലാത്ത ആളുകളുടെ സാന്നിധ്യത്തിൽ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്നു. മനുഷ്യൻ്റെ ഒരു ജീവിതയാത്ര ഒന്ന് ആലോചിക്കാൻ അല്ലേ? നമ്മൾ ഇതിൽ പരിശുദ്ധ ഖുർആനിൽ പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾ എവിടെ വെച്ച് മരണപ്പെടുമെന്ന്, അല്ലേ? എവിടെ നിന്ന് യാത്ര തുടങ്ങിയെന്നോ എവിടെ വെച്ച് മരണപ്പെടുമെന്നോ നിങ്ങൾക്ക് ആർക്കും അറിയില്ല. തീർച്ചയായിട്ടും ഇതൊക്കെ കാണുമ്പോഴാണ് ആ പറഞ്ഞ വാക്ക് ഓർമ്മ വരുന്നത്. പ്രതീക്ഷിക്കാതെ കടന്നു വരുന്ന, അല്ലെ, ഒരുപാട് വേദനകൾ നൽകി കടന്നു വരുന്ന ഒരു അതിഥി തന്നെയാണ് ഈ മരണമെന്ന അതിഥി.